ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 30, പേജ് നമ്പർ 209. മയി സർവാണി കർമാണി സംന്യസാധ്യാത്മചേതസാ നിരാശീർനിർമമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. പദാനുപദം. സർവാണി കർമാണി സകല കർമ്മങ്ങളെയും, മയി എന്നിൽ, സന്യസ്യ സംന്യസിച്ചിട്ട് സമർപ്പിച്ചിട്ട്, അധ്യാത്മചേതസ അധ്യാത്മബോധത്തോടുകൂടി, നിരാശീഹി നിഷ്കാമനായി, നിർമ്മമനായി, ഭൂത്വാ ഭവിച്ചിട്ട്, വിഗതജ്വരഃ സന്താപരഹിതനായിട്ട്, യുധ്യസ്വ യുദ്ധം ചെയ്യുക. വിവർത്തനം. അതുകൊണ്ട് അല്ലയോ അർജുന, നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശ ബോധമോ അലസതയോ കൂടാതെ യുദ്ധം ചെയ്യൂ. ഭാവാർത്ഥം. ഭഗവത്ഗീതയുടെ ഉദ്ദേശ്യം ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട്. തൻ്റെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി ഒരാൾ തികഞ്ഞ കൃഷ്ണാവബോധത്തോടെയിരിക്കാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നു. പട്ടാളച്ചിട്ടയിലെന്ന പോലെ ഇങ്ങനെ ഒരു നിബന്ധന അനുസരിക്കാൻ പ്രയാസമുണ്ട്. എന്നിരിക്കലും കൃഷ്ണനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ചുമതലകൾ നിറവേറ്റിയേ തീരൂ. ജീവാത്മാവിൻ്റെ മൂലസ്വരൂപമാണ് ഈ ആശ്രിതത്വം. ഭഗവാന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുക എന്നത് തൻ്റെ മൂലസ്വരൂപമാണെന്നിരിക്കെ ജീവാത്മാവിന് പരമപുരുഷനുമായുള്ള സഹകരണം വിട്ട് സ്വതന്ത്രനായി നിന്നിട്ട് ഒരിക്കലും സന്തോഷിക്കാനാവില്ല. അതുകൊണ്ട് ഒരു സൈന്യാധിപനെന്ന പോലെ ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ ആജ്ഞാപിക്കുകയാണ്. ഭഗവത് പ്രീതിക്കായി ഒരാൾ എല്ലാം ത്യജിക്കണം. അതേസമയം ഉടമസ്ഥാവകാശം ഉന്നയിക്കാതെ തനിക്ക് വിധിച്ച കർമ്മങ്ങൾ നിറവേറ്റുകയും വേണം. കൃഷ്ണന്റെ കൽപ്പന അർജുനൻ പരിഗണിക്കുകയല്ല, മറിച്ച് അനുസരിക്കുകയാണു വേണ്ടത്. എല്ലാ ജീവാത്മാക്കളുടെയും ആത്മാവത്രേ ഭഗവാൻ.
സ്വാർത്ഥ താൽപ്പര്യങ്ങളില്ലാതെ പൂർണ്ണമായും പരമാത്മാവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾ അഥവാ കൃഷ്ണാവബോധം സിദ്ധിച്ചവൻ അധ്യാത്മചേതസ്സെന്നറിയപ്പെടുന്നു. കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെ ഗുരുവിൻ്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് നിരാസിസ്. ഒരു ക്യാഷിയർ തൻ്റെ യജമാനു വേണ്ടി ലക്ഷക്കണക്കിന് നാണയങ്ങൾ എണ്ണുന്നു. എങ്കിലും ഒരു ചില്ലി പോലും തൻ്റേതെന്ന് അവകാശപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ളതൊന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല. എല്ലാം ഭഗവാന്റേതു മാത്രമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. മയി, എന്നിൽ എന്ന് കൃഷ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥമതാണ്. അങ്ങനെ കൃഷ്ണാവബോധത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരാൾ യാതൊരു വസ്തുവിലും അവകാശവാദമുന്നയിക്കില്ല തന്നെ. ഈ മനോഭാവത്തെ നിർമ്മമ, എൻ്റേതെന്ന വിചാരമില്ലായ്മ എന്ന് പറയപ്പെടുന്നു. ബന്ധുക്കൾ അഥവാ ചാർച്ചക്കാർ എന്നു വിളിക്കപ്പെടുന്നവരുമായുള്ള ശാരീരിക ബന്ധം കണക്കിലെടുത്ത് വിട്ടുവീഴ്ചയില്ലാത്ത ഈ ആജ്ഞ നിറവേറ്റാൻ വൈമുഖ്യമുണ്ടെങ്കിൽ ആ വിമുഖതയെ വലിച്ചെറിയുക തന്നെ വേണം. അങ്ങനെ ഒരാൾക്ക് വിഗതജ്വരനാവാം. മാനസികമായ ജ്വരമോ മാന്ദ്യമോ ബാധിക്കാതെ കഴിയാം. ഓരോരുത്തർക്കും തൻ്റെ സ്വഭാവത്തിനും സ്ഥിതിക്കും അനുയോജ്യമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ ആ കർത്തവ്യങ്ങളെല്ലാം കൃഷ്ണാവബോധത്തോടെ നിറവേറ്റിയാൽ അതുകൊണ്ടു തന്നെ മുക്തിമാർഗം പ്രാപിക്കാം. ഹരേ കൃഷ്ണ.